വിജയം അപ്രതീക്ഷിത വിജയമല്ലേ, ചരിത്ര വിജയമാണ്. പയ്യന്നൂർ മണ്ഡലം CPM ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും യോജിച്ചാലും CPM-നെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇങ്ങനെയൊരു വിജയമുണ്ടായിട്ടുള്ളത്. കേരള രൂപീകരണത്തിന് ശേഷം, മണ്ഡല പുനർവിഭജനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഒഴികെയുള്ള ഒരാളെയും ജയിപ്പിച്ചിട്ടില്ല ആ മണ്ഡലം. സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ല. RSP ഇല്ല, RSP ചേരുന്നൊന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി എനിക്ക് പിന്തുണ നൽകി. ഐക്യജനാധിപത്യ മുന്നണിയിൽ RSPക്ക് നൽകിയ സീറ്റായിരുന്നു പയ്യന്നൂർ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് RSP ഓഫീസിൽ വരണം എന്ന് തോന്നിയത്. ഇന്നലെ കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പയ്യന്നൂരിൽ അങ്ങയെ ചെറുതായി കണ്ടു, ഒരു അമിതാത്മവിശ്വാസം കാണിച്ചു, ശൈലി മാറ്റണം എന്നൊക്കെയുള്ള വലിയ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് നേതാക്കൾക്കെതിരെ. എന്താണ് അതിൽ അങ്ങയുടെ പ്രതികരണം? അല്ല, ഞാൻ ആ പാർട്ടിക്കകത്ത് തെറ്റ് തിരുത്തണമെന്നാണ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM വലിയ അപജയത്തിലാണ്. അപ്പോൾ അത് തിരുത്തണമെന്നതാണ് എൻ്റെ പുസ്തകം തന്നെ. നേതൃത്വത്തെ അണികൾ തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അണികൾ തിരുത്താൻ സന്നദ്ധമായിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായതിൽ എന്താ പറയാനുള്ളത്? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യം.